നമുക്ക് ചിലവരെ ഒന്നും ഇഷ്ടപ്പെടാതെ വരും. ചിലവരോടൊക്കെ നമുക്ക് ദേഷ്യം തോന്നും. അവരോടൊന്നും ചിലപ്പോൾ നമ്മൾ അത്ര നല്ല രീതിയിൽ ഇടപെട്ടു എന്നും വരികയില്ല. കുഴപ്പമുള്ള കാര്യമല്ല കേട്ടോ. അങ്ങനെ ചില ആളുകളോട് നമുക്ക് അത്ര വലിയ അടുപ്പമൊന്നും കാണിക്കാൻ പറ്റിയില്ല. നമ്മളൊക്കെ വ്യത്യസ്തരായ മനുഷ്യരല്ലേ. പക്ഷേ ഈ ദേഷ്യവും ഇഷ്ടക്കുറവും മൂത്ത് അത് ഭയങ്കര പകയും അതൊരു ഭ്രാന്തുമായിട്ട് മാറിപ്പോകുന്ന അവസ്ഥ ചിലപ്പോഴെങ്കിലും നമ്മളുടെയൊക്കെ ജീവിതത്തിൽ വരാറുണ്ട്. ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കും. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കുവാൻ സൂക്ഷിക്കുന്നു. വിദ്വേഷം മൂലം പലരും അശുദ്ധരായിട്ട് വിദ്വേഷവും പകയും മൂത്തിട്ട് പിന്നെ ചെയ്യുന്നത് മുഴുവനും ഈ പകയുടെ പുറത്ത് മറ്റുള്ളവരെ നശിപ്പിക്കാൻ വേണ്ടി. തെറ്റിനെ നമ്മൾ എതിർക്കണം. ഈ തെറ്റിനെ എതിർത്ത് സ്ഥലത്തെല്ലാം കൊണ്ടല്ല, പിന്നെ അതൊരു പകയും ദേഷ്യവും വിദ്വേഷവും ഒക്കെ ആയിട്ട് മാറും. അങ്ങനെ മാറിപ്പോകാതിരിക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇനി ഇഷ്ടക്കുറവ്, ഇഷ്ടമില്ലാത്ത കാര്യം, എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ഞാൻ പ്രകടിപ്പിക്കും. എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ഒരു കാരണവശാലും ഇവിടെ നടക്കാൻ പാടില്ലെന്നുള്ള നിർബന്ധ ബുദ്ധികളുണ്ട്. അതും നമ്മളെയാണ് ഭ്രാന്താക്കുന്നത്, നമ്മളെയാണ് നശിപ്പിച്ച് കളയുന്നത്, നമ്മളെയാണ് അശുദ്ധരാക്കി കളയുന്നത്. ഇത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. നമ്മളുടെ ദേഷ്യം, നമ്മളുടെ ഇഷ്ടക്കുറവ്, നമ്മളുടെ താല്പര്യക്കുറവ്, നമുക്കുള്ള വിരുദ്ധമായ അഭിപ്രായം, ഇത് മൂത്ത് നമുക്ക് തന്നെ ഭ്രാന്തായിട്ട് മാറാതിരിക്കാൻ സൂക്ഷിക്കണം. ഈശോ നമ്മളെ അനുഗ്രഹിക്കണം.